പോപ്പുലറായിട്ടുള്ള മീനിൻ്റെ അവസ്ഥയിൽ മീൻ കുറവാണ്. അപ്പോൾ ആധുനികമായിട്ടുള്ള പിടിക്കുക അന്നതല്ല. ഓക്കെ. വന്ന് പോയിട്ട് നമ്മൾ മീനിൻ്റെ ഏരിയത്ത് ഒരു മീൻ നമുക്ക് വന്ന് കയറണം. ഓക്കെ. ഇപ്പം നമ്മൾ മീൻ അങ്ങോട്ട് പിടിക്കുക, കുടുംബം നശിപ്പിച്ചിട്ട് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടാണ് പിടിക്കുന്നത്. ഓക്കെ. അന്ന് 2 തോണി പോയിട്ട് മീൻ പിടിച്ചാൽ 2 തോണിക്ക് ഉള്ള മീനെ കിട്ടും. ഓഹോ. അതല്ല, ഇതൊരു കൊലപ്പം മീനോട് വളച്ചിട്ട് 10, 15, 10, 20 ഫൈബറിൽ പോയി. ഇപ്പം മുമ്പുള്ള ഒരുവിധം മീനൊന്നും ഇപ്പോൾ ഇല്ല. അത് ഏതൊക്കെയാണ്? അതൊന്നും തന്നെ ഇപ്പോൾ പറയാ നല്ല മുള്ളൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നല്ല മുള്ളൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ വംശം കാണാനില്ല. പിന്നെ തെരണ്ടികൾ, ഈ പാണത്തെരണ്ടി, കക്കാത്തെരണ്ടി, മേത്തെരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റം തെരണ്ടി ഉണ്ട്. ഇതൊന്നും ഇപ്പോഴില്ല, കിട്ടാറിയില്ല. ഈ ആനക്കൊഞ്ചനെന്തോ വേറെ എന്തോ പേരാ. ഓക്കെ. അതും ഇപ്പം തീരെയില്ല. പോയ കാലത്തുള്ള പിന്നെ എന്നെക്കാളും എത്രയോ പ്രായം കൂടുതലുള്ളവരെവിടെയാണ് പോയത്. ഓഹോ. അവരെ നിന്നാണ് നമുക്ക് അറിവുകളൊക്കെ കിട്ടിയത്. തലമുറക്ക് അതൊന്നും അറിയാൻ പാടില്ല, ഒട്ടും അറിയത്തില്ല. അവരിതായിട്ട് അന്നത്തെ ആൾക്കാർ അന്നത്തെ തൊഴിലുമായിട്ട് ഒരു ബന്ധമില്ല. മത്സ്യത്തൊഴിൽ അന്ന് പോകുമ്പോഴല്ലേ ഇന്ന് പോകുന്നത്. അന്ന് കടലിൽ പോയ അധ്വാനുണ്ട്. ഓക്കെ. ഇന്ന് അധ്വാനില്ല. ഇന്ന് കയറി വിഷം വലിച്ച് ആട്ടാക്കി പോയി മലയാളിക്ക് അധ്വാനമില്ല. തലമുറ എന്നോട് വന്ന് ചോദിക്കും എന്തെങ്കിലും. ചോദിക്കാറുണ്ട്. ഇങ്ങനെ മഴക്കാർ ഇങ്ങനെ ഉണ്ട്, എങ്ങനെയാണ് കാലം, ഇങ്ങനെ നമ്മളെല്ലാ സ്ഥാനത്ത് കടലിൽ ഇങ്ങനെ പിന്നെ ഈ തിരമാല ഉണ്ടാകുന്ന എന്താന്നൊക്കെ ചോദിക്കും. പിന്നത്തെ ഈ ഫോണുള്ളതുകൊണ്ട് ഇന്നിപ്പോ പോകുമ്പോ ഒരു സ്ഥലത്തില്ലെങ്കിൽ മറ്റൊരാൾ വിളിച്ചു ഓക്കെ നീ ഉള്ളിടത്ത് മീനിന്റെ പണിയുണ്ടാവും. അപ്പൊ വരാൻ അവിടെ മീൻ അവരങ്ങോട്ട് പോകും. ഇപ്പൊ അധികം അങ്ങനെയാണ്. പിന്നെ കടലിൽ അങ്ങനെ ശക്തമായിട്ട് കടൽ ഇളകാൻ പോകുന്ന സമയത്ത് കടലിനൊരു കുമ്പള ഇങ്ങനെ അത് കണ്ടാല് വേഗം വേഗം പിന്നെ കുറഞ്ഞ് കരപ്പിടിക്കും. ഇപ്പോ 10, 11 മണിയാകുമ്പോ മേക്കാറ്റ് എന്ന് പറയും. ഈ ഇപ്പൊ കരയുന്ന കാറ്റ് രാവിലെ, അതൊരു 10, 11 മണിയാകുമ്പോ അത് നിന്നിട്ട് മേക്കാറ്റ് എന്ന് പറയും. അത് വന്നു കഴിഞ്ഞാൽ കടലിൽ വലിയൊരു ഇത് ചൂടുണ്ടാവില്ല. അത് കടലായിട്ട് ബന്ധപ്പെട്ടവർക്ക് അത് ഒരു ശവനം ഉണ്ടാവും. ഓക്കെ.